നമസ്കാരം. പ്രശസ്ത കഥാകൃത്തും മലയാള മിഷൻ റേഡിയോ മലയാളം ഹെഡുമായ ജേക്കബ് എബ്രഹാമിൻ്റെ ഹവ്വയുടെ പ്രലോഭനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും ചർച്ചയുമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രിയ എഴുത്തുകാരനായ ശ്രീ NS മാധവൻ സർ, ശ്രീകണ്ഠൻ കരിക്കം സർ, ഡോക്ടർ രേഷ്മ KR, ഡോക്ടർ ജേക്കബ് എബ്രഹാം എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുസ്തക പ്രകാശനത്തിനും പുസ്തക ചർച്ചയുടെ ഉദ്ഘാടനത്തിനുമായി പ്രിയ എഴുത്തുകാരനും ഇത്തവണത്തെ നിയമസഭ പുസ്തകോത്സവ ജേതാവുമായ ശ്രീ NS മാധവൻ സാറിനെ ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീകണ്ഠൻ കരിക്കത്തെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജേക്കബ് എബ്രഹാം, ഇന്ന് കാലത്ത് എനിക്ക് പുസ്തകം ഇത് കൊണ്ടുവന്ന് തന്നപ്പോൾ അതിനുശേഷം എനിക്ക് ഇത് മുഴുവൻ വായിക്കാനുള്ള അവസരം കിട്ടില്ല. കുറച്ച് കഥകൾ കൂടി കണ്ണോടിച്ച് പോകാനേ സാധിച്ചുള്ളൂ. ഒരു രീതിയിൽ പറഞ്ഞാൽ ശ്രീ ജേക്കബ് എബ്രഹാം എൻ്റെ ഒരു പിന്തുടർച്ചക്കാരനാണ്. ഞാനും കഥയെഴുത്തിലേക്ക് വന്നത് മാതൃഭൂമി വിഷുപ്പതിപ്പിൽ 1ാം സമ്മാനം നേടിക്കൊണ്ടാണ്. ജേക്കബ് എബ്രഹാമിൻ്റെ ജീവചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയത് അദ്ദേഹത്തിനും ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ സന്തോഷം നൽകിയൊരു കാര്യമാണ്. ഞാൻ വായിച്ചു പോയ കുറച്ച് കഥകളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ കുറച്ച് എഴുത്തുകാർക്കുള്ള, വളരെ കുറച്ച് കഥാകൃത്തുകൾക്കുള്ള ഒരു വലിയ ഗുണം ജേക്കബിനുണ്ട്. ഒരു കഥയിലേക്ക് പെട്ടെന്ന് വായനക്കാരനെ വലിച്ചിടാനുള്ള കഴിവ്. അത് അദ്ദേഹത്തിൻ്റെ ബൈലക്കൂപ്പയെക്കുറിച്ചുള്ള കഥ, അങ്ങനെ 1-2 ചെറിയ കഥകളെ ഞാൻ വായിച്ചുള്ളൂ. അതിലെല്ലാം പ്രകടമായി നിന്നത് ഈ അനായാസമായിട്ടുള്ള ശൈലിയിൽ എല്ലാ സാധനങ്ങളുമായിട്ട് അർത്ഥം അത് യാതൊരു രീതിയിലുള്ള വായനക്കാരൻ്റെ അഭിരുചികളെ നിന്ന സ്ഥലത്തിലേക്ക് ആക്കാനുള്ള ഒത്തുതീർപ്പുകളില്ലാതെ അദ്ദേഹം അകത്ത് ലളിതമായിട്ട് കഥ പറയുന്നു. അത് ഈ പുസ്തകം മുഴുവൻ വായിക്കാൻ ഞാൻ ആകാംക്ഷഭരിതനാണ്. അദ്ദേഹത്തിന് എല്ലാവിധ നന്മയും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് പുസ്തക ചർച്ചയാണ്. ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനായി ശ്രീകണ്ഠൻ കരിക്കത്തിനെ ക്ഷണിക്കുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്ത മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ NS മാധവൻ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ രേഷ്മ, പ്രിയപ്പെട്ട ജേക്കബിൻ്റെ കഥകളുമായുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10-25 വർഷങ്ങൾ, 1/4 നൂറ്റാണ്ടിന് മുകളിൽ എനിക്ക് ജേക്കബിൻ്റെ കഥകളുമായി ബന്ധമുള്ള ഒരാളാണ്. നേരത്തെ NS മാധവൻ സാറ് പറഞ്ഞതുപോലെ മാതൃഭൂമിയുടെ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയ കഥ മുതൽ വളരെ അപൂർവം ചില കയ്യിൽ തടയാത്ത മാസികകളിൽ കടന്നു പോയിട്ടുള്ള പ്രത്യേകിച്ച് കഥകൾ, ഒട്ടുമിക്ക കഥകൾ ഞാൻ ജേക്കബിൻ്റെ വായിച്ചിട്ടുണ്ട് എന്ന്
സന്തോഷത്തോടെ പറയാൻ. അതുകൊണ്ട് ഈ സമാഹാരത്തിലെ ഒട്ടുമിക്ക കഥകളും ഞാൻ മുൻപ് വായിച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ ആ കഥ നമുക്ക് മുമ്പ് വായിച്ച കഥയാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ സമാഹാരത്തിൻ്റെ ഒരു പ്രത്യേകത, ജേക്കബിൻ്റെ എഴുതിയിട്ടുള്ള കഥകളുടെ ഒരു പരിച്ഛേദം, അതിൻ്റെ ഒരു സ്വഭാവം, മൊത്തം കഥകൾ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഒരു പരിച്ഛേദം എന്ന് പറയാവുന്ന കഥകളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ മൾബറി ചെടികൾ ചൂളമടിക്കുമ്പോൾ ഹവ്വയുടെ പ്രലോഭനങ്ങളൊക്കെ ഒരു 2 വരി വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും, ഇത് മുമ്പ് വായിച്ച കഥയാണല്ലോ എന്നും. ആ കഥയുടെ സന്ദർഭങ്ങളിലേക്ക് നമ്മളിങ്ങനെ അറിയാതെ കടന്നു പോവാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹവ്വയുടെ പ്രലോഭനങ്ങൾ എന്ന് പറയുന്ന കഥയിൽ ജേക്കബ് വളരെ എളുപ്പം ഇങ്ങനെ കഥയിലേക്ക് കടക്കുകയും ആ കഥയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാൾക്കൊരിക്കലും ഈ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിയോട് ഇടപഴകാനോ അല്ലെങ്കിൽ സ്ത്രീകളോട് സംസാരിക്കുന്നതിനോ ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥയിലൂടെയാണ് ഈ കഥ പറഞ്ഞു പോകുന്നതെങ്കിലും ഈ കഥയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ജേക്കബ് സൂക്ഷിക്കുന്ന നല്ലൊരു ഒബ്സർവേഷനുണ്ട്. വളരെ സൂക്ഷ്മമായി ജേക്കബ് ഓരോ സംഗതികളെയും പകർത്തി വയ്ക്കുന്നുണ്ട്. ഈ കഥ ഇങ്ങനെ നമ്മൾ വായിച്ചു പോകുമ്പോൾ ആ കഥയ്ക്കകത്ത് ഒരു ഓഫീസ് അന്തരീക്ഷം, ആ ഓഫീസ് അന്തരീക്ഷത്തിലേക്ക് നമ്മൾ അറിയാതെ പോകും. ആ കോറിഡോറിലൂടെ, ആ ക്യാൻറ്റീനിൽ, അവിടുത്തെ ആ ഓഫീസിലെ ഓരോ ജീവനക്കാരുടെ ഇതെല്ലാം ഓരോ വ്യക്തിത്വങ്ങളെയും കൃത്യമായിട്ട് ജേക്കബ് അതിനകത്ത് ഇങ്ങനെ കുറിച്ച് വെച്ചതുപോലെ കൊണ്ടുപോകുന്ന ഒരു രചനാശൈലി എന്ന് പറഞ്ഞുകൊണ്ട് ജേക്കബിൻ്റെ അടുത്ത ഒരു കഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ കഥ അങ്ങനെയായിരിക്കില്ല. ആ കഥയ്ക്ക് വേറെ ഒരു തലം, വേറൊരു രീതിയാണ്. അപ്പോൾ അങ്ങനെ വളരെ സ്വതന്ത്രമായി ആ കഥയുടെ രൂപത്തിനനുസരിച്ചുള്ള ക്രാഫ്റ്റാണ് ജേക്കബ് ഇതിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമാഹാരത്തിലെ അവസാന കഥകളിലേക്ക് എത്തുമ്പോൾ ഒരു പേജിൽ നിൽക്കുന്ന കഥകളുണ്ട്, പിന്നെ 2-3 പേജിൽ വരുന്ന കഥകളുണ്ട്, ഒരു കവിതയുടെ താളത്തിൽ എഴുതിപ്പോയ ഒരു കഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം ജേക്കബ് സ്വീകരിക്കുന്നത് ആ കഥയ്ക്ക് അനുയോജ്യമായ ഒരു ശരീരം ആണ് ഇതിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു എഴുത്തുകാരനോടൊപ്പം തന്നെ അതിശക്തമായിട്ട് വായനയെ കൂടെ കൊണ്ടുപോകുന്ന ഒരാളാണ് ജേക്കബ്. അത്ഭുതം തോന്നും ജേക്കബിൻ്റെ ഒരു വായനയുടെ അതിൻ്റെ ഒരു അളവ്. ജേക്കബിൻ്റെ വീട്ടിലൊക്കെ പോയാൽ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകും. ഈ കടന്നു ചെല്ലുന്ന വഴി മുതൽ ഒരു മുകളിലത്തെ നിലയെല്ലാം മുഴുവനും പുസ്തകങ്ങളാണ്. ഒരു ഭാര്യയും ഭർത്താവും, എഴുത്തുകാരായ ഭാര്യയും ഭർത്താവും വായനയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചിരിക്കുന്നു എന്ന് തോന്നുന്ന, ഇങ്ങനെ ഒരു ഇടവഴിയിലോട്ട് ചെല്ലുമ്പോൾ വീണ്ടും അവിടെയും കുറേ പുസ്തകങ്ങൾ, പിന്നെ ഒരു അലമാര തുറന്നാൽ അവിടെയും പുസ്തകം, പിന്നെ അത് കഴിഞ്ഞ് എവിടെ നോക്കിയാലും ഇങ്ങനെ നിറയെ പുസ്തകങ്ങളുടെ ഒരു വീടാണ്. അപ്പോൾ ഈ പുസ്തകങ്ങൾ വായിക്കുന്ന ജേക്കബിനെ ഈ കഥകളിൽ ജേക്കബ് സ്വീകരിച്ചിരിക്കുന്ന പ്രമേയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും നമ്മളാരും സ്വീകരിക്കാത്ത പ്രമേയങ്ങൾ സ്വീകരിക്കുവാനുള്ള ഒരു ധൈര്യം ജേക്കബിന് ആ ഒരു പരന്ന വായന സമ്മാനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഈ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ കഥകളിലല്ല, ഒരുപക്ഷെ ജേക്കബിൻ്റെ ഏറ്റവും മികച്ച കഥകൾ ഈ സമാഹാരത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് കഥകളുണ്ട്. അതിൽ കുറച്ച് കഥകളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ മൾബറി ചെടികൾ ചൂളമടിക്കുമ്പോൾ എന്ന് പറയുന്നത് ജേക്കബിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു പത്തനംതിട്ടക്കാരനുണ്ട്, ഒരു ഗ്രാമീണനുണ്ട്. ജേക്കബ് ഇവിടെ ഈ നഗരത്തിൽ താമസിക്കുമ്പോഴും ജേക്കബിൻ്റെ മനസ്സിൽ ഒരു പത്തനംതിട്ടക്കാരൻ ഇങ്ങനെ അതിൻ്റെ ആ പ്രകൃതിയിൽ ജീവിച്ച അതിൻ്റെ നിഗൂഢതകളെയൊക്കെ മനസ്സിലാക്കിയ ഒരാളുണ്ട്. അത് ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജേക്കബ് ഏത് കഥ പറയുമ്പോഴും അതിങ്ങനെ കടന്നു വരും. മൾബറി ചെടികൾ ചൂളമടിക്കുമ്പോൾ എന്ന് പറയുന്ന കഥയിൽ അങ്ങനെയുള്ള ആ ഒരു അന്തരീക്ഷത്തിൻ്റെ, ഗ്രാമീണമായ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും നല്ല
കുറേ നിമിഷങ്ങൾ ആ കഥയ്ക്കകത്ത് ഉണ്ട്. പിന്നെ വളരെ രസകരമായ ചില നിരീക്ഷണങ്ങൾ ജേക്കബിൻ്റെ ഈ സമാഹാരത്തിനുള്ളിൽ ഉണ്ട്. ഇപ്പോൾ ഇടവേളകളിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥയിൽ ജേക്കബ് ഒരു 50 വയസ്സ് എത്തുന്നതിനിടയിൽ ഒരു പുരുഷൻ്റെ ജീവിതത്തിനെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന്. ആദ്യത്തെ 10 വയസ്സ് വരെ കുട്ടിയോട്ടങ്ങൾ, 10 മുതൽ 20 വരെ കൗമാരത്തിൻ്റെ കലഹങ്ങൾ, 20 മുതൽ 30 വരെ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ യുവത്വം, 30 മുതൽ 40 വരെ യുവത്വത്തിൻ്റെ അവസാന അഭ്യാസ പ്രകടനങ്ങൾ, 40 മുതൽ 50 വരെ മധ്യവയസ്കൻ്റെ ആർത്തി, 50 കഴിയുമ്പോൾ ഏകാന്ത വാർദ്ധക്യത്തിലേക്കുള്ള ഉറ്റുനോട്ടം. വളരെ കൃത്യമായി ജേക്കബ് അത് 50 എത്താത്ത ജേക്കബിൻ്റെ നിരീക്ഷണമാണ്. അതൊരു വളരെ വ്യത്യസ്തമായ ഒരു നിരീക്ഷണവും വളരെ കൃത്യമാർന്ന ഒരു നിരീക്ഷണമായിട്ടാണ് എനിക്ക് ആ കഥയിലൂടെ കടന്നു പോയപ്പോൾ മനസ്സിലായത്. അതേ കഥയിൽ തന്നെ ജേക്കബ് പിന്നെയും പറയുന്നു, പ്രതിസന്ധികളിൽ രാഷ്ട്രീയക്കാർ എന്തുകൊണ്ടാണ് പതറാത്തതെന്ന് താൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തോട് ചോദിക്കുക. കലാകാരന്മാർ പെട്ടെന്ന് തളരും, കാരണം രാഷ്ട്രീയക്കാർ പ്രശ്നങ്ങളുടെ ചുറ്റുമാണ് ജീവിക്കുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ 100 എണ്ണം പിന്നാലെ വരും. പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തകളായി, ആലോചനകളായി. മനുഷ്യനെ കർമ്മനിരതനാക്കുന്നത് പ്രോബ്ലംസ് ആണ്. ഇങ്ങനെയുള്ള വളരെ സൂക്ഷ്മമായിട്ട് മാത്രം നമുക്ക് ചിലപ്പോൾ ബോധ്യപ്പെടലുകൾ ജേക്കബ് ഈ കഥ ഇതിനകത്ത് ഒരു കഥയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജേക്കബിൻ്റെ എല്ലാ കഥകളിലും ഇങ്ങനെ കുറേ പ്രസ്താവനകളോ അല്ലെങ്കിൽ അത്തരം പറച്ചിലുകളോ അല്ല. അങ്ങനെ ജേക്കബിൻ്റെ ഈ നിരീക്ഷണങ്ങൾ പല രീതിയിൽ നമുക്ക് ഇതിനകത്ത് പല കഥകളിലും കൂടെ കണ്ടുപോകാം. ഈ വെള്ളപ്രതലത്തിൽ നമ്മൾ എഴുതുന്ന എഴുത്തിനെ കുറിച്ച് ജേക്കബ് മറ്റൊരു കഥയ്ക്കുള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ടെഡ് ഹ്യൂഗ്സിൻ്റെ കുറുക്കൻ എന്ന് പറയുന്ന ഒരു കഥ. അതിനുള്ളിൽ പറയുന്നു, നഗ്നയായി നിൽക്കുന്ന ഒരു കന്യക പോലെയാണ് വെള്ള. ഈ കന്യകയായ വെള്ളയുടെ ശരീരത്തിൽ അക്ഷരങ്ങൾ എടുത്തണിയുമ്പോൾ, വെള്ളയെ അവ ഉടുപ്പിക്കുമ്പോൾ അവൾ അതിലും സുന്ദരിയാകുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവൾക്ക് ആധുനിക യുവതിയാവാം, അതേസമയം തന്നെ മധ്യകാലഘട്ടങ്ങളിലെ ഒരു രാജ്ഞിയുമാകാം. സമയം, സ്ഥലം ഇവയെല്ലാം എത്ര നിസ്സാരമായിട്ടാണ് നമുക്ക് വെള്ളയിൽ ആവിഷ്കരിക്കാൻ കഴിയുന്നത്. ഈ ഒരൊറ്റ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം ജേക്കബ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന് വളരെ കൃതഹസ്ഥനായ, ചെറുകഥയുടെ മർമ്മം അറിയാവുന്ന, അതിൻ്റെ ക്രാഫ്റ്റ് അറിയാവുന്ന ഒരു ആളാണ് ജേക്കബ് എബ്രഹാം എന്ന് മനസ്സിലാക്കുവാൻ ഈ ഒരൊറ്റ പാരഗ്രാഫ് വായിച്ചാൽ മതി. കൂടുതലൊന്നും നമ്മൾ വായിക്കുകയോ ജേക്കബിൻ്റെ കഥകളിൽ തിരയുകയൊന്നും വേണ്ട. എങ്ങനെയാണ് കൃത്യമായി ഒരു കഥയ്ക്ക് ആവശ്യമുള്ള ഉടുപ്പ് അണിയിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്ന ആളാണ് ജേക്കബ്. ഇനി അധികം സമയമില്ല, അരമണിക്കൂറാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുവാനുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം കൂടെ സംസാരിച്ചതിന് ശേഷം പറയാം എന്ന് വിചാരിക്കുന്നു. അടുത്തതായി ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനായി ഡോക്ടർ രേഷ്മ KR ക്ഷണിക്കുന്നു. എല്ലാവർക്കും നന്ദി. ആദ്യമായി NS മാധവനെ പോലെയുള്ള ഒരു മഹാപ്രതിഭയോടൊപ്പം ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. പിന്നെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, ശ്രീകണ്ഠൻ കരിക്കകം, ജേക്കബ് എബ്രഹാം, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സ്നേഹം. ജേക്കബ് എബ്രഹാമിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. എനിക്ക് വളരെ അതിശയത്തോടുകൂടി അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു അസൂയയോടുകൂടി ഞാൻ കാണുന്ന ഒരു എഴുത്തുകാരനാണ് ജേക്കബ് എബ്രഹാം. അത് അസൂയയുടെ കാര്യം മറ്റൊന്നുമല്ല, ഇങ്ങനെ എഴുതാൻ എല്ലാവരെ കൊണ്ടും പറ്റില്ല. ഒരുപാട് എഴുതുന്ന ഒരാളാണ്, ഒത്തിരി എഴുതുന്ന ഒരാളാണ്. അപ്പം ഞാനും അത് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയധികം ഒരു സൈഡിൽ കൂടെ നോവൽ എഴുതുന്നു, ഒരു സൈഡിൽ കൂടെ കഥകൾ എഴുതുന്നു, ഒരു സൈഡിൽ കൂടി ഈ സർഗാത്മകതയെ പോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും സർഗവിചാരങ്ങൾ എന്നുള്ള രീതിയിൽ ഒരു പുസ്തകമാക്കി. അപ്പോൾ ഈ ഏത് രീതിയിലുള്ള സമീപനങ്ങളെയും എഴുത്താക്കി മാറ്റുന്ന ഒരാളെന്ന് പറയുന്നത് അതൊരു നിസ്സാര കാര്യമല്ല. ഒരു ലേഖനമൊക്കെ മാസങ്ങൾ എടുത്തിട്ടാണ് ഞാനൊക്കെ എഴുതുന്നത്. അത് മടിയും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. പക്ഷേ ഒരാൾ അങ്ങനെ നിരന്തരമായി എഴുതുമ്പോൾ 1-2 കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതിലേറ്റവും പ്രധാനം
ആ ഒരു മാധ്യമത്തോട് ആ മനുഷ്യൻ കാണിക്കുന്ന ഒരു വലിയ ബാധ്യതയാണ്, ഒരു വലിയ കടപ്പാടാണ്. ആ കടപ്പാടിന്റെ പേരിൽ, കാരണം ആ എഴുതിയതൊന്നും തന്നെ, ഇപ്പൊ നമ്മൾ ഈ ഒരു പുസ്തകത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ തന്നെ ഇതിൽ ഒരു കഥയും ഒരു മോശം കഥയില്ല. ജേക്കബ് എബ്രഹാം എന്ന് പറയുന്ന ആളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ അറിയാം, അദ്ദേഹം പങ്കുവയ്ക്കുന്ന കുറിപ്പുകൾക്കകത്ത് എല്ലാം തന്നെ ഒരു സാഹിത്യത്തിന്റെ ഒരു രസകരമായ എന്തെങ്കിലുമൊക്കെ, ആ കുറിപ്പുകൾ മുഴുവൻ നമ്മളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഗൗരവതരത്തിൽ ഒരു മാധ്യമത്തെ സമീപിക്കുകയും അതേസമയം ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ വായിച്ചിരുന്നു, എന്തിനാണ് ഇങ്ങനെ ധാരാളം എഴുതുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അഭിജിത്തുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട്, ഞാൻ 10 വർഷം എഴുതാതിരുന്നതാണ്, അപ്പോൾ ആ എഴുതാതിരുന്ന 10 വർഷങ്ങളോടുള്ള എൻ്റെ കടപ്പാട് കൂടിയാണ്, അല്ലെങ്കിൽ കടം വീട്ടൽ കൂടിയാണ് ഈ ഒരു നിരന്തരമായ എഴുത്ത് എന്ന്. അപ്പോൾ ആ എഴുത്തിലൂടെ ഒരു മനുഷ്യൻ നിരന്തരമായി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ, ഞാൻ ആദ്യം ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഞാൻ ഒരു സ്ത്രീപക്ഷ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളും അത്തരത്തിലുള്ള പഠനങ്ങൾ എഴുതുന്ന ആളും ഒക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനെ ഒരു സ്ത്രീപക്ഷമായ രീതിയിൽ സംസാരിക്കാമെന്ന്. പക്ഷേ ഓരോ കഥ കഴിയും തോറും, ഓരോ കഥ വായിച്ചു കഴിയും തോറും എനിക്ക് മനസ്സിലായി അങ്ങനത്തെ ഒരു വളരെ എന്താ പറയുക നാരോ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മാത്രം പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് അഡ്രസ്സ് ചെയ്യേണ്ട കഥകളല്ല ഇതിനകത്തുള്ളത്. കാരണം ഓരോ കഥകളും വളരെ വൈപുല്യം, ആ ഒരു എന്താ പറയുക പ്രമേയത്തിൻ്റെ ഒരു വൈപുല്യമാണ് ഈ കഥകളെ വളരെ ശ്രദ്ധേയമാക്കുന്നത് എന്നുള്ളത് ഒട്ടും സംശയമില്ലാതെ പറയണം. അത് തന്നെയാണ് വേണ്ടതും. കാരണം സാഹിത്യം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സമകാലിക കഥകളും സമകാലിക നോവലുകളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മുടെ സാഹിത്യം അതിർവരമ്പുകളെയൊക്കെ വിട്ടിട്ട് ഇങ്ങനെ അതിർത്തികളെയൊക്കെ ലയിച്ചും വിലയിപ്പിച്ചും ഇങ്ങനെ കുതിച്ചു മുമ്പോട്ട് പോവുകയാണ്. അല്ലാതെ ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം ഒതുങ്ങിക്കൊണ്ട് നിൽക്കുകയല്ല നമ്മുടെ എഴുത്തുകൾ. അപ്പോൾ ആ ഏത് പ്രദേശത്തുള്ള മനുഷ്യരെ കുറിച്ച് സംസാരിക്കുമ്പോഴും, ഏത് പ്രദേശത്തുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴും, ഏത് സാമ്പത്തിക സ്ഥിതിയിലുള്ള ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോഴും, ഏത് ലിംഗത്തിലുള്ള മനുഷ്യരെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആ അപരത്തെ നമ്മൾക്ക് പരിചയപ്പെടുത്താൻ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇപ്പോൾ പുരുഷനായ ജേക്കബ് എബ്രഹാം ഒരു സ്ത്രീയുടെ കഥ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്, പവിത്രയുടെ കഥ. എത്ര മനോഹരമായിട്ടാണ്. ഞാൻ ആലോചിച്ചു, ഒരു സ്ത്രീയുടെ ഒരു ക്രൈസിസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അദ്ദേഹം അതിനകത്ത് അനാവരണം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്കിതിനകത്ത് വളരെ ഇഷ്ടപ്പെട്ട വേറൊരു കഥയാണ് മൾബറി ചെടികൾ ചൂളമടിക്കുമ്പോൾ എന്നുള്ള കഥ. ആദ്യത്തെ കഥ ഹൗവയുടെ പ്രലോഭനങ്ങളായതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കഥ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ആദത്തിന്റെ പ്രലോഭനങ്ങൾ എന്നായിരുന്നു അതിന് പറ്റിയ ടൈറ്റിൽ എന്ന്. കാരണം ഒരു മധ്യവയസ്കയായ സ്ത്രീ അനുഭവിക്കുന്ന ഒരു സംഘർഷം ഉണ്ടല്ലോ, എല്ലാ മധ്യവയസ്കരായ സ്ത്രീകളും അനുഭവിക്കുമെന്നല്ല, പക്ഷേ എങ്കിലും തീർച്ചയായിട്ടും തൻ്റെ സൗന്ദര്യത്തിലും തൻ്റെ ഒരു പ്രസൻസിലും ഒക്കെയുള്ള ഒരു ആത്മവിശ്വാസം കുറഞ്ഞു വരുന്ന സമയത്ത് ആ കുറവിനെ, അല്ലെങ്കിൽ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് നമുക്ക് വരുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് സ്വന്തം സൗന്ദര്യത്തിലുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കുന്നത് പലപ്പോഴും പ്രണയങ്ങളാണ്. അപ്പോൾ അതിലൊരു വലിയ പ്രണയമോ ഒരു ഭയങ്കരമായ പ്രണയമോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു ചൂളമടിയിലൂടെയാണ് സൂസി ആ തൻ്റെ യൗവനത്തിലേക്ക്, അല്ലെങ്കിൽ തൻ്റെ ആത്മവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നത്. എല്ലാ പ്രലോഭനങ്ങളെയും എതിർക്കാനുള്ള സ്ത്രീ സഹജമായ ഒരു വാസന സൂസിയിൽ ഉണ്ടായിരിക്കെ തന്നെ അതിനെ എവിടേക്കോ വച്ച് അതിനെ ആലിംഗനം ചെയ്യാനുള്ള ഒരു വാസന കൂടി അവളിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള, വളരെ രസകരമായിട്ടുള്ള, നമുക്ക് എന്താ പറയുമ്പോൾ ഇപ്പോൾ പവിത്രയുടെ കഥ തന്നെ ഞാൻ പറയും, പവിത്രയുടെ കഥ തന്നെ വായിക്കുമ്പോൾ ആ പ്രത്യക്ഷത്തിൽ നമുക്കത് എന്താ ഇതിനകത്തൊരു കഥ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വളരെ സാധാരണമായ കാര്യമല്ലേ എന്ന് പറയുമ്പോഴും വളരെ ഒരു മനഃശാസ്ത്രപരമായി അതിനെ സമീപിച്ച് ഒരു സ്ത്രീയുടെ മാനസികമായ സഞ്ചാരങ്ങളിലൂടെ എത്ര മനോഹരമായിട്ടാണ് അതിനെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും അഭിനന്ദനീയമാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത്, സ്ത്രീയുടെ സ്വത്വത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒരു ദളിതന്റെ സ്വത്വത്തെ, നമുക്കറിയാം ഒരുപാട് മാറ്റി നിർത്തലുകളുടെയും ഒരുപാട് സ്വാർത്ഥതയുടെയും ഒക്കെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ദേശം, എൻ്റെ മതം, എൻ്റെ ലിംഗം എന്നൊക്കെ പറഞ്ഞ് അപരനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സാധാരണയായി കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇനി നമ്മുടെ ഭാരതം അതിലും സാധാരണയായി കാണാൻ നമ്മൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു അപരനെ, അത് ഏത് രീതിയിലുള്ള അപരനായിക്കൊള്ളട്ടെ,
ആ അപരനെ ചേർത്ത് നിർത്തുമ്പോഴാണ് സാഹിത്യം അടങ്ങുന്ന എല്ലാ കലകൾക്കും അതിൻ്റെതായ വ്യക്തിത്വം ഉണ്ടാകുന്നതും ഒരു പ്രതിബദ്ധത, സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകുന്നതെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കഥാസമാഹാരത്തിലെ പല കഥകളും വായിക്കുമ്പോൾ, റൗഡി ബേബി എന്നുള്ള കഥ വായിക്കുമ്പോൾ, ഗവി എന്നുള്ള കഥ വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് ഒരു മനുഷ്യൻ, നമ്മളിപ്പോൾ ഒരു വെറുതെ ഒരാളെ ഒരു പരിഹസിക്കാൻ വേണ്ടി വിളിക്കുന്ന ഒരു പേര്, അല്ലെങ്കിൽ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി നമ്മൾ സ്കൂൾ ടൈം മുതൽ ഒരാളെ വിളിക്കുന്ന ഒരു എന്താ പറയുക, അവൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ആ മാറി നിൽക്കുന്നവൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്വത്ത് സംഘർഷങ്ങൾ എത്രയാണ്, ആ മാറി നിൽക്കുന്നവൻ്റെ ഉള്ളു പിടയുന്നത് എത്രയാണ് എന്നുള്ളത് ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാറേയില്ല. അവനൊരു കുറ്റപ്പേര് നമ്മൾ വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇരട്ടപ്പേര് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ജാതിപ്പേര് വിളിക്കുമ്പോൾ അവനതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അവനതൊക്കെ ഫണ്ണായിട്ട് എടുക്കുന്ന ആളാണ് എന്നാണ് നമ്മൾ മിക്കവാറും പറയാറ്. പക്ഷേ ആ ഫണ്ണായിട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് ചിരിക്കുന്ന ആളാണെങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ അവൻ അങ്ങനെ ആയിപ്പോയതുകൊണ്ട് അവൻ പേറേണ്ടി വരുന്ന ആ ഒരു പരിഹാസം എത്രമാത്രം വലിയ മുറിവുകളാണ് അവന് സമ്മാനിക്കുന്നത് എന്നുള്ളത് ഈ കഥകളിലൂടെ പോകുമ്പോൾ നമ്മൾ വളരെ വേദനയോടുകൂടി മനസ്സിലാക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇന്നത്തെ എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളെയും, ഫാസിസത്തിൻ്റെ സാഹചര്യങ്ങളെയും എങ്ങനെയാണ് നമ്മുടെ പുതിയ തലമുറ നമ്മുടെ രാജ്യത്തെ മനസ്സിലാക്കുന്നത്, പക്ഷേ അവരെങ്ങനെയാണ് അതിനെ അനുഭവിക്കാൻ പോകുന്നത്? ഇന്ത്യയെക്കുറിച്ച് പാട്ടെഴുതുന്ന ഒരു കുഞ്ഞ് വളരെ മനോഹരമായി ഓരോ സംസ്ഥാനങ്ങളെയും കുറിച്ച്, അതിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് ഭയങ്കര നിഷ്കളങ്കമായി പാട്ടെഴുതുന്ന ഒരു കുട്ടി ഇന്ത്യ കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് അച്ഛൻ അവളോട് പ്രോമിസ് ചെയ്യുന്നു. കേരളത്തിൽ തന്നെയുള്ള കുട്ടിയാണ്. പക്ഷേ അപ്പൊ അവിടെ ഇവൾ എഴുതി വച്ചിരിക്കുന്ന ഇന്ത്യയും നാളെ ഇവൾ കാണാൻ പോകുന്ന ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ. ആ വ്യത്യാസത്തെ പ്രതിയാണല്ലോ നമ്മളെല്ലാവരും ഇപ്പോൾ ജാഗ്രതയുള്ളവരായിരിക്കേണ്ടതും. ഇത്തരത്തിലുള്ള ജാഗ്രതകൾ ഈ കഥകൾ നിറയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കഥയുടെ ഒരു പ്രമേയ പരിസരത്തിന്റെ വൈവിധ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏകമുഖമായി ഈ കഥയെ അഡ്രസ്സ് ചെയ്യാതെ ഇതിന്റെ എല്ലാ രീതികളിലും, അതായത് ഒരു റെയിൽവേ കളഞ്ഞു കിട്ടുന്ന ഒരു പേഴ്സുണ്ട്, ഒരു റെയിൽവേക്കാരന്, അതിനകത്ത് എത്ര രസകരമായിട്ടാണ് ആ ചിന്തകൾ. ഞാൻ ആലോചിച്ചു, ആദ്യത്തെ കഥയിൽ ഹവ്വയുടെ പ്രലോഭനത്തിൽ ഒരു പുരുഷ നോട്ടമാണ്, ഗിരീഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പുരുഷ നോട്ടത്തിലൂടെയാണ് സ്ത്രീ കഥാപാത്രങ്ങളെ അനാവരണം ചെയ്യുന്നത്. ഈ പേഴ്സിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും അത് വേറൊരു ഡയമെൻഷനിലാവുന്നു. രസകരമാണ് വായിക്കാൻ. അപ്പൊ എന്തായാലും ഞാനും അധികം സംസാരിച്ച് നീട്ടുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി, പ്രകൃതിയെക്കുറിച്ചുള്ള വർണ്ണന. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രസാധകൻ മാസികയിലെ ജേക്കബ് എബ്രഹാം സാറിന്റെ ഒരു നോവൽ, കലാലയം എന്ന് പറയുന്ന മനോഹരമായ നോവൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഇങ്ങനെ ഓരോ ലക്കവും ഞാൻ വളരെ ആവേശത്തോടു കൂടി വായിക്കുന്ന ഒരു നോവലാണ്. ആദ്യം തന്നെ ഈ പ്രൂഫ് കറക്ഷന്റെ സമയത്ത് തന്നെ. കാരണം അതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഒരു പത്തനംതിട്ടക്കാരനെയും ആ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളെയും ആസ്വദിച്ച് കൗമാരത്തിലേക്ക് ആ പ്രകൃതിയിലേക്ക് ഇറങ്ങുന്ന ഒരാളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ വിഷ്വലൈസേഷന്റെ എല്ലാ സാധ്യതകളും അദ്ദേഹത്തിന്റെ ഈ കഥകൾക്ക് അതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ മൾബറി ചെടികൾ ചൂളമടിക്കുമ്പോഴെന്നൊക്കെയുള്ള കഥകളിൽ അങ്ങനെ അനേകം സാധ്യതകളുള്ള നല്ല ഒരു മികച്ച കഥയാണ്, മികച്ച കഥകളുടെ സമാഹാരമാണ് ഹവ്വയുടെ പ്രലോഭനങ്ങൾ. എല്ലാവരും പുസ്തകം വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജേക്കബ് എബ്രഹാമിന് എല്ലാവിധ ആശംസകളും, സ്നേഹം. ഹവ്വയുടെ പ്രലോഭനങ്ങൾ എന്ന പുസ്തകം വേദിക്ക് സമീപം ലഭ്യമാണ്. എഴുത്തുകാരൻ്റെ കയ്യൊപ്പോടുകൂടി പുസ്തകം ലഭിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മറുമൊഴിക്കായി ജേക്കബ് എബ്രഹാമിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് നന്ദി പറയുക എന്നുള്ളതാണ് ഇനിയൊരു 4 മിനിറ്റിൽ എനിക്ക് ചെയ്യാനുള്ളത്. ഒന്നെന്നുള്ളത്, നമുക്കറിയാം NS മാധവൻ സാറിൻ്റെ തിരക്ക് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം 4 മണിക്ക് ട്രെയിനിൽ പോകേണ്ടതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് വന്നിട്ട് മടങ്ങിയത്. അപ്പോൾ അത് വന്നത് തന്നെ എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ്. നമ്മുടെ ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒപ്പം പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീകണ്ഠൻ കരിക്കവും, എൻ്റെ പ്രിയ സുഹൃത്തായ രേഷ്മ എഴുത്തുകാരിയാണ്, പ്രസാധകൻ മാസികയുടെ എഡിറ്റോറിയൽ കൺസൾട്ടൻ്റാണ്. ഒപ്പം എൻ്റെ സഹപ്രവർത്തക ആശയാണ് ഇത് ആങ്കർ ചെയ്തത്, മലയാള മിഷനിലെ PRO ആണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരാണ് നിങ്ങളേവരും. എൻ്റെ ഫേസ്ബുക്കിൻ്റെ വളരെ ദൂരെ നിന്ന് വന്നവരുണ്ട്, ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് വന്ന ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഇവിടെ സാബു കോട്ടുക്കൽ മാഷ്, കഥാകൃത്ത് ഇളവൂർ ശ്രീകുമാർ,
വിനോദ് മാഷ് നോവലിസ്റ്റ്, സുരേഷ് കുമാർ വി നോവലിസ്റ്റ്, ഇന്ദു, അജിത ചേച്ചി ഒക്കെ ഉൾപ്പെടെയുള്ളവരെ ഇരിപ്പുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളെപ്പോഴും മുമ്പേ രേഷ്മ പറഞ്ഞ പോലെ എഴുതാൻ വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എഴുത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഞാൻ എത്രമാത്രം വിജയിച്ചുവോ പരാജയപ്പെട്ടുവോ എന്നുള്ളതൊന്നും ഞാൻ ഒരിക്കലും ചിന്തിക്കാറേ ഇല്ല. അതൊക്കെ കാലം തീരുമാനിക്കേണ്ടതാണ് വിജയ പരാജയങ്ങൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എത്രയോ ചക്രവർത്തിമാർ നമ്മുടെ രാജ്യത്ത് കടന്നുപോയിട്ടുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ നീതിയാണ്. ഒരു എഴുത്തുകാരൻ്റെ ഭാവിയോ ഒക്കെ തീരുമാനിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ചെയ്യാനുള്ള കാര്യം നമ്മൾ ചെയ്യുക, നമുക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിൽ ഞാൻ ദിവസത്തിൻ്റെ 24 മണിക്കൂറിൽ കുറച്ച് സമയം മാത്രം ഉറങ്ങി ബാക്കി സമയത്ത് പുസ്തകങ്ങൾ വായിക്കണം, എഴുതണം, ചിന്തിക്കണം. ഇതൊക്കെയാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. പലപ്പോഴും ഇപ്പം ഞാൻ സൽമാൻ റുഷ്ദിയുടെ നൈഫ് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ ഒരു കഥ പകുതിയാക്കി അവിടെ വെച്ചിട്ട് ആ പുസ്തകത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു അപ്പം ശ്രീകണ്ഠൻ ചേട്ടൻ ഇടയ്ക്ക് പറഞ്ഞു, ഇങ്ങനെ എഴുതാതിരുന്ന പോലെ കഥ ഉടനെ എഴുതണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി സ്നേഹത്തോടെ പറഞ്ഞതാണ്. അപ്പം ഞാൻ ഈ നൈഫ് എന്ന് പറഞ്ഞ പുസ്തകം നിങ്ങൾ ചിലരൊക്കെ വായിച്ചിട്ടുണ്ടാവാം. സൽമാൻ റുഷ്ദിയെ ഒരു ചെറുപ്പക്കാരൻ വന്ന് കുത്തി അദ്ദേഹം മരിച്ചു പോകേണ്ട അവസ്ഥയിൽ അതിൽ നിന്ന് തിരിച്ചു വന്നിട്ട് റുഷ്ദി എഴുതുന്ന ഒരു ആത്മകഥാപരമായ ഒരു പുസ്തകമാണ് നൈഫ്. അപ്പോൾ അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന വായനയാണ്. അപ്പോൾ ഇങ്ങനെ വായനയും എഴുത്തും അതോടൊപ്പം തന്നെ സർഗാത്മകത, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ പറ്റി ക്ലാസ് എടുക്കുക, സംസാരിക്കുക. ഞാൻ ആരോടെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സുഹൃത്തുക്കളോട്, ഇതുമായിട്ട് ബന്ധമില്ലാത്തവരോടൊക്കെ ഞാൻ എങ്ങനെ എഴുതാം, വായനയിലൂടെ എങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവ ലോകങ്ങൾ കിട്ടും. ഇതൊക്കെ എനിക്ക് ഒരു ഹരമാണ് സംസാരിക്കാൻ. അതിനകത്തൊന്നും ഞാൻ ഈയിടയ്ക്ക് വായിച്ചൊരു വാചകം എന്നെ വളരെ സ്പർശിച്ചിട്ടുണ്ട്. നമ്മളുടെ മനുഷ്യനെ നയിക്കേണ്ടത് ഈഗോയല്ല, സോൾ ആണെന്നുള്ളതാണ് അതൊന്ന്. കാരണം ഞാൻ അതിലാണ് ആ വാചകം പറഞ്ഞത്, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അതൊരു എഴുത്തുകാരനാണ് പറഞ്ഞത്. ഈഗോയിൽ നിന്നും സോളിലേക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് എഴുത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ഈഗോ കാണിക്കാം. ഇപ്പം ഇവിടെ ഇരിക്കുന്നവർക്ക് നമുക്ക് എല്ലാവർക്കും ഈഗോ ഉണ്ട്. പക്ഷേ സോൾഫുള്ളായ ഒരു മനസ്സുള്ളപ്പോഴാണ് ഒരു എഴുത്തുകാരൻ ജനിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എന്നോട് പലരും ഇതിൽ കഥകൾക്കകത്ത് ജീവിതമുണ്ടെന്നും അതിനൊരു സോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതിലൊത്തിരി സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രകാശനം എൻ്റെ മനസ്സിലില്ലായിരുന്നു. ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻ്റെ മണിശങ്കർ അവർക്കൊരു സ്ലോട്ട് കിട്ടിയപ്പോൾ, നിങ്ങൾ തിരുവനന്തപുരത്താണല്ലോ, നമുക്കിത് ചെയ്താലോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിതിന് സമ്മതിച്ചത്. എൻ്റെ പുസ്തകങ്ങൾ നിങ്ങൾക്കറിയാം, എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ എൻ്റെ പുസ്തകങ്ങൾക്ക് അങ്ങനെ പ്രകാശനമോ ചടങ്ങുകളോ ഒന്നും അധികം വെക്കാത്ത ഒരാളാണ്. ഞാൻ ഒട്ടുമേ വെക്കാത്ത ഒരാളാണ്. ഇത് അവരങ്ങനെ പറഞ്ഞു, നമുക്കൊരു അരമണിക്കൂറിൻ്റെ സ്ലോട്ടുണ്ട്. ഞാൻ പറഞ്ഞിങ്ങനെ ഈ നമ്പർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആളുകളെ വിളിച്ച് സംസാരിപ്പിക്കാനൊക്കെ എനിക്ക് വലിയ വിഷമമാണ്. പണിശങ്കർ പറഞ്ഞ് എന്തായാലും നമുക്കൊന്ന് ചെയ്യാം, നിങ്ങൾക്കൊരു പുസ്തകത്തിനൊരു അതുകൊണ്ടൊരു പുസ്തകത്തിനൊരു ഒരു മുന്നോട്ടുള്ള യാത്ര കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചത്. നിങ്ങളെല്ലാവരും ഇത്ര ക്ഷമയോടുകൂടി, ആളുകളെ കിട്ടാത്ത ഒരു ഉച്ചനേരമാണെന്നറിയാം, ഒരു 2 മണി എന്നുള്ളത് വളരെ ഉച്ചഭക്ഷണത്തിൻ്റെയൊക്കെ പലരും കഴിക്കാതെയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി എന്നുള്ളതല്ല, അതിനപ്പുറം നമ്മളെ എല്ലാവരെയും ബൈൻഡ് ചെയ്യുന്ന ഒരു സോൾഫുള്ളായ ഒരു ജേണിയാണ് ലിറ്ററേച്ചർ. സാഹിത്യത്തിന് ഈഗോയ്ക്കപ്പുറം അതിലൊരു ആത്മാവിൻ്റെ സ്പർശം വരുമ്പോഴാണ് സാഹിത്യം. മുമ്പേ NS മാധവൻ സാറിൻ്റെ ടോക്ക് ഞാൻ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കല അതാണ്. അദ്ദേഹം പറഞ്ഞു സാഹിത്യമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പുസ്തകങ്ങൾക്കാണ് മനസ്സിനെ തൊടാൻ കഴിയുന്നതെന്ന്. വേറൊരു കലയ്ക്കും മനസ്സ് ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് മനസ്സിനെ തൊടുന്ന ഈ ആത്മാവിൻ്റെ സ്പർശമാണ് എഴുത്ത്. അപ്പം എൻ്റെ കഥയുടെ ഈ ചർച്ചയ്ക്ക് വന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നന്ദി നന്ദി നന്ദി. നന്ദി പ്രകാശനത്തിനായി ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻ്റെ പ്രതിനിധി ശ്രീ വിശാഖനെ ക്ഷണിക്കുന്നു. സമയം വളരെ കുറവാണ്. ജ്ഞാനേശ്വരി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ജേക്കബ് എബ്രഹാം സാറിൻ്റെ ഹൗവയുടെ പ്രലോഭനങ്ങൾ എന്ന പുസ്തക ചർച്ചയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച NS മാധവൻ സാറിനും ചർച്ചയിൽ പങ്കെടുത്ത ശ്രീകണ്ഠൻ കരിക്കകം, ശ്രീ രേഷ്മ KR, എല്ലാവർക്കും ജ്ഞാനേശ്വരിയുടെ പേരിൽ നന്ദി രേഖ. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. യോഗം ഇതോടെ അവസാനിക്കുന്നു.